ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളെ ഒരു തിലാപ്പിയനെ ഫിലിപ്പീനി സ്റ്റൈലിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫിലിപ്പീനികളൊക്കെയാണ് ഇങ്ങനെ സാധാരണ ചെയ്യാറ്. നല്ല അടിപൊളി ഒരു തിലാപ്പി എടുത്തിട്ടുണ്ട്. അത് നന്നായി വരഞ്ഞ് സെറ്റാക്കി വെച്ച് അതിലേക്ക് അല്പം വിനാഗിരി, ഉപ്പ്, കുരുമുളക്, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. ഇത് നന്നായി തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക. ഓക്കെ, നല്ല അടിപൊളിയായി ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ ഇതാണ് ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് കയ്യിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടി വേണം കൈകാര്യം ചെയ്യാൻ. കണ്ടോ, ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. കണ്ടോ, 2 സൈഡും ഓൾമോസ്റ്റ് സംഭവം നല്ല കിട്ടുവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എണ്ണയൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതേ സമയം നമുക്കിന്ന് ഒരു സോസാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം 2 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി കുനുകുനാ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 5 പച്ചമുളകും അതുപോലെ ഒരു തക്കാളി. ഓക്കെ, ഇത്രയും സാധനം ഇതേപോലെ കുനുകുനാ അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സോയ സോസ് ഒരു 5 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വിനാഗിരി ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം ഒരല്പം ഉപ്പ്, കാരണം ഓൾറെഡി സോയ സോസിന് ഉപ്പുള്ളതാണ്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇതിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ സംഭവം അടിപൊളിയാട്ടോ. ഇത് നന്നായി ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കുക. ഇനി ഗൈസ് ഉണ്ടോ, നല്ല ചൂട് ബസ്മതി റൈസിൻ്റെ കൂടെ ഈ തിലാപ്പിയ കുട്ടൻ പൊരിച്ചതും അതുപോലെ ഈ ഒരു സോസും കൂട്ടി അടിക്കാനുണ്ടല്ലോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ.